നമ്മൾ മലയാളത്തിൽ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ചില സെന്റൻസ് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാ വരുന്നത് നോക്കിയാലോ? അതെ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ദയവായി ഒന്നും മിണ്ടാതിരിക്കാമോ? ഇന്ന് രാത്രി എന്റെ കൂടെ ഡിന്നറിന് വരാമോ? ഇതൊക്കെ എങ്ങനെയാ ഒരേ രീതിയിൽ ചോദിക്കാൻ നമുക്ക് നോക്കിയാലോ? ഫസ്റ്റ് വൺ, അതെ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അതേ എന്നുള്ളത് എങ്ങനെ പറയും? എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ, വുഡ് യു ഡു മീ a favor? Would you do me a favor? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? അതാണ് ഇതിന്റെ അർത്ഥം. ഫേവർ എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഞാൻ വുഡ് ഇട്ടു? കാരണം വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊളൈറ്റ് ആയിട്ട് എന്തെങ്കിലും റിക്വസ്റ്റോ പെർമിഷനോ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരാളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഒരു പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ വുഡ് യു പ്ലീസ് എന്ന് ചേർക്കാം, അല്ലെങ്കിൽ വുഡിന് പകരം വിൽ യു പ്ലീസ് ചേർക്കാം. വിൽ യു കുറച്ചും കൂടി പൊളൈറ്റ്നെസ് കുറയും. വുഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വിനയത്തോടു കൂടി ചോദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. സെക്കൻഡ് വൺ, ദയവായി ഒന്ന് മിണ്ടാതിരിക്കാമോ? എങ്ങനെ ചോദിക്കും? ദയവായി ഒന്ന് മിണ്ടാതിരിക്കാമോ? വുഡ് യു പ്ലീസ് ബി ക്വൈറ്റ്. മിണ്ടാതിരിക്കാമോ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ക്വൈറ്റ് എന്നാണ്. ക്വൈറ്റ്. വുഡ് യു പ്ലീസ് ബി ക്വൈറ്റ്. ഇന്ന് രാത്രി എന്റെ കൂടെ ഡിന്നറിന് വരാമോ? അപ്പൊ നമ്മൾ ഒരാളെ ക്ഷണിക്കുകയാണ്. അപ്പൊ അതും നമ്മൾ ഇൻവിറ്റേഷൻസ് പറയുമ്പോഴും അത് കൊടുക്കുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് തന്നെയാണ്. അപ്പൊ വുഡ് യു ലൈക്ക് ടു കം വിത്ത് മീ ഫോർ ഡിന്നർ? ഇന്ന് രാത്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ടുനൈറ്റ് എന്ന് പറയും. Tonight. Would you like to come with me for dinner tonight? Thank you.